നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നിട്ടും ചില ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് വിതരണം ചെയ്യുന്നത് കൃത്യമായ ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇനി കാത്തിരിക്കാൻ വേണ്ടി തയ്യാറല്ല. ശക്തമായിട്ടുള്ള നിയമ നടപടികളിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ കടക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 95 സ്ഥാപനങ്ങളിലാണ് ക്ലീൻ സിറ്റി മാനേജർമാരുടെ നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഉൾപ്പെടുന്ന 100 കണക്കിന് ജീവനക്കാർ പല സ്ക്വാഡുകളായി തിരിഞ്ഞുകൊണ്ട് പരിശോധന ചെയ്തിട്ടുണ്ട്. 95 സ്ഥാപനങ്ങളിൽ ഇന്ന് രാവിലെ 7 മണി മുതൽ 1 മണി വരെ 95 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി. 48 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, വൃത്തിഹീനമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്നതായിട്ട് ഉള്ള വിവരം അവർക്ക് ലഭിച്ചു. അത് കണ്ടുപിടിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 48 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. 57,500 രൂപ പിഴയായി ഈടാക്കി. അതോടൊപ്പം തന്നെ 7 സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണങ്ങൾ പിടിച്ചിട്ടുണ്ട്. അവയ്ക്കെല്ലാം തന്നെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അവരിവിടെ ഹാജരായി അടുത്ത നടപടികളിലേക്ക് നടക്കും. അപ്പോൾ ഇനിയും ശക്തമായ റെയ്ഡ് ഉണ്ടാകും. തട്ടുകടകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, തട്ടുകടകൾക്ക് ആവശ്യത്തിനുള്ള സമയം കൊടുത്തിട്ടുണ്ട് എല്ലാം റെക്ടിഫൈ ചെയ്യാനായിട്ട്. ഇനി രാത്രികാലങ്ങളുള്ള തട്ടുകടകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ഏതൊരു ഹോട്ടലും, അതിലൊരു കാര്യം ഞങ്ങൾ അടിവരായിട്ട് പറയുന്നു, മുഖം നോക്കാതെയുള്ള നടപടി. എവിടെയെങ്കിലും ഏതെങ്കിലും മേഖലകൾ സ്വാധീനിച്ചുകൊണ്ടിരുന്നതും രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകിൽ തിരുത്താൻ തയ്യാറാകണം, അല്ലെങ്കിൽ അവർ ഹോട്ടൽ പൂട്ടാൻ തയ്യാറാകണം. ഒരു കാരണവശാലും ആരോടും ഒരു കോംപ്രമൈസും ഇല്ല. മുഖം നോക്കാനുള്ള നടപടികൾ, ശക്തമായ നടപടികൾ. പാളയം മാർക്കറ്റിൽ ഏതു തരത്തിലുള്ള നടപടിയാണോ സ്വീകരിച്ചത് അതുപോലെ അതിനേക്കാൾ ശക്തമായ നടപടി സ്വീകരിക്കും. ഉദ്യോഗസ്ഥർ എല്ലാവരും തയ്യാറായിട്ടുണ്ട്. അതിനുള്ള തീരുമാനമായിട്ട് മുമ്പോട്ട് പോകും. ന്യൂ അനന്തപുരി ഫാസ്റ്റ് ഫുഡ് ശാസ്തമംഗലം, ഹോട്ടൽ പങ്കായം ബേക്കറി ജംഗ്ഷൻ പാളയം, അൽ ഹസൻ ബജറ്റ് ഫാമിലി റെസ്റ്റോറൻറ്റ് മണക്കാട്, അറേബ്യൻ മസാല മണക്കാട്, പൊറോട്ട ഹട്ട് മണക്കാട്, സൈറ്റൂൺ ഹോട്ടൽ മണക്കാട്, പ്രിയസമുദ്ര ഹോട്ടൽ കോവളം. ഇത്രയും ഹോട്ടലുകൾക്കാണ് ഇപ്പോൾ നോട്ടീസ് ഭക്ഷണങ്ങൾ പിടിച്ചെടുത്തത്. അതിൻ്റെ നടപടികൾ നേരിടുന്നത് ഇത്രയും സ്ഥാപനങ്ങളാണ്. ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല. ഇന്ന് രാവിലെ 7 മണി മുതൽ 1 മണി വരെ ചെയ്ത സ്ഥാപനങ്ങളാണ്. രാത്രിയും പകലും ഇനിയും തുടങ്ങി. ചിലരൊക്കെ തന്നെ വൈകുന്നേരം മാത്രം പരിപാടിയുള്ളവരുണ്ട്. അവിടെ വൈകുന്നേരം സ്പെഷ്യൽ സ്ക്വാഡ് ഇപ്പോൾ യൂണിഫോമിൽ ഉദ്യോഗസ്ഥരെല്ലാം നമ്മൾ സജ്ജരായി. 48 സ്ഥലങ്ങളിലാണ് ന്യൂനതകൾ കണ്ടെത്തിയത്. 7 സ്ഥലങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം ന്യൂനതകൾ 48 കണ്ടെത്തി. അത് ചിലപ്പോൾ അവിടെ വൃത്തിയില്ലാത്ത അന്തരീക്ഷമായിരിക്കാം. വെള്ളം, പ്ലാസ്റ്റിക്, പഴകി, അതോടൊപ്പം തന്നെ ചൂടുവെള്ളം കൊടുക്കണം എന്ന് പറയുമ്പോഴേക്കും തിളപ്പിച്ച വെള്ളം കൊടുക്കണമെന്ന് പറയുമ്പോഴേക്കും തിളപ്പിച്ചാറ്റിയ വെള്ളം കൊടുക്കുന്നത് വെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് പകൽ തിളപ്പിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കും കുറച്ച് വെള്ളം, എന്നിട്ട് ബാക്കി പച്ചവെള്ളം ഒഴിക്കും. അങ്ങനെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണ് 48 സ്ഥലം കണ്ടെത്തിയത്. വൃത്തിഹീനമായ അന്തരീക്ഷമൊക്കെ പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളുള്ളതിൽ 7 സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് ഒരിടം ചിക്കൻ ഇവരെ ഉദ്യോഗസ്ഥരെ കണ്ടപ്പോഴേക്കും എടുത്തുകൊണ്ട് ഓടാൻ വേണ്ടി പരിശ്രമം നടത്തി. ഇന്നലത്തെ വേണമെങ്കിൽ ചിക്കനാണ്. അത് കണ്ടുപിടിച്ചിട്ട് അതിനെ പിടിച്ച് വച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ നടപടികളായിട്ട് മുന്നോട്ട് പോകും. മുഖം നോക്കാതെ നടന്നു. ഏത് സ്റ്റാർ ഹോട്ടലായാലും പരിശോധന ശക്തം. അത് ഞങ്ങളന്ന് മാധ്യമങ്ങളെയൊക്കെ വിളിച്ചില്ല എന്നുള്ളൂ. കാരണം അതിനുള്ള സമയം കിട്ടിയില്ല. വൈകുന്നേരം 3 പെൺകുട്ടികൾ തന്നെ ഇവിടെ വന്ന് നേരിട്ട് ഹെൽത്ത് ചെയർമാനോട് കംപ്ലൈൻറ്റ് പറയുകയും അദ്ദേഹം ഉടൻ തന്നെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്ക്വാഡ് ഉദ്യോഗസ്ഥർ, എനിക്കൊന്ന് വനിതകളായിരുന്നു, അവർ യൂണിഫോമിൽ തന്നെ, അത് ലേഡീസ് ഹോസ്റ്റലായിരുന്നു, അതുകൊണ്ട് അദ്ദേഹം വനിതകളെ തന്നെയാണ് ചെയർമാനായിട്ട് യൂണിഫോമിൽ പോയി ആ ഹോസ്റ്റലിൽ ശക്തമായ പരേഡാക്കുകയും അതിലടുത്ത് നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതൊന്ന് 3 ഹോട്ടലിൽ തന്നെ മേയറുടെ അറിവോടെ തന്നെ ഒരു 3 ഹോസ്റ്റലിൽ തന്നെ 3 ഹോസ്റ്റലിൽ തന്നെ ഒരു ലേഡീസ് ഹോസ്റ്റലാണ്. ആ കുട്ടികൾ വന്നപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഹോസ്റ്റലുകളിലും ഒരു ദാക്ഷിണ്യവുമില്ല. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഇതര ജില്ലകളിലൊക്കെ വരുമ്പോൾ അവർക്ക് തിരുവനന്തപുരത്ത് കുറിച്ചതായിട്ട് അറിവില്ല. അവർ കുട്ടികളുടെ സ്ഥലത്ത് ഭക്ഷണം വാങ്ങി കഴിക്കും. അങ്ങനെയൊക്കെയുള്ള ഇവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബോർഡ് ശക്തമാക്കുന്നത്. മെഡിക്കൽ കോളേജിൻ്റെ അവിടെ
ഞാൻ പറയാം ഒരു കാര്യം. 4 സ്ക്വാഡുകളാണ് ഇപ്പോൾ നിരന്തരം ലൈവായിട്ടുള്ളത്. ഒരു വനിതാ സ്ക്വാഡിന് കൂടി ഈ ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഹോട്ടൽ റെയ്ഡ്, ഹോസ്റ്റൽ റെയ്ഡിന് വേണ്ടി. കാരണം പലതും ലേഡീസ് ഹോസ്റ്റലാണ്. അപ്പോൾ ഒരു വനിതാ സ്ക്വാഡിന് കൂടെ തീർച്ചയായിട്ടും തട്ടുകടകളും പെട്ടുകൊണ്ടുണ്ടാവും. നമുക്കറിയാമല്ലോ, തട്ടുകടകൾ നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ തട്ടുകടലിൽ ഇരിക്കുമ്പോഴേക്കും കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എല്ലാ കടകളും ഞാൻ പറയുന്നില്ല, ചില കടകളൊക്കെ പെർഫെക്റ്റായിട്ട് നടത്തുന്ന കടകളുണ്ട്. പക്ഷേ കൂടുതലും അങ്ങനെയല്ല നടത്തുന്നത്. തട്ടുകട കാര്യം ഒരു കാര്യം കൂടെ പറയാം. തട്ടുകടയുടെ കാര്യത്തിൽ റോഡ് കച്ചവടം നടത്തുന്ന ഒരു അവകാശമായിട്ട് സ്ഥാപിക്കുന്ന പലരുമുണ്ട്. തെരുവോര കച്ചവടക്കാർക്ക് കേന്ദ്ര ഗവൺമെൻറ് നിയമം ഉണ്ടാകും ജീവിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളത്. അതിനെ മറയാക്കിക്കൊണ്ട് വലിയ വലിയ ഹോട്ടലുകൾ നടത്തുന്നവർ ഇപ്പോൾ ഹൈവേയും റോഡും ഒക്കെ തന്നെ ഞങ്ങൾക്ക് ഗതാഗതത്തിനുള്ള ഒരു കേന്ദ്രമാണെന്നുള്ള അവകാശത്തോടെ നടത്തുന്നുണ്ട്. ശക്തമായ നടപടികൾ, അതിനുള്ള ഹോംവർക്കിലാണ് ഞങ്ങൾ. ശക്തമായ നടപടികൾ അവിടെ ഉണ്ടാകും.